നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്കായെക്കുറിച്ചാണ്. മാത്രമല്ല, മലയാളത്തിൻ്റെ ഒരു മഹാകവിയുണ്ട്. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ 91ാം ജന്മദിനം ആഘോഷിച്ചു. അറിയാം നിങ്ങൾക്ക് ആരാണെന്ന്. മലയാളത്തിൻ്റെ മഹാകവി എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറം മലയാളത്തിൻ്റെ പല ചരിത്രങ്ങളും തിരുത്തി എഴുതിയ ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഥയിലും തിരക്കഥയിലും അഭിനയിക്കുന്നതിനും സംവിധാനം ചെയ്യുന്നതിനും നമ്മുടെ മലയാളത്തിലെ പല നടന്മാരും സംവിധായകരും അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇന്ന് മലയാളത്തിൽ കൊതിക്കാത്തവരായി ആരുമുണ്ടാവില്ല. പ്രിയപ്പെട്ട നമ്മുടെ MT സാറാണ്. അദ്ദേഹത്തിൻ്റെ 91ാം ജന്മദിനം ഈ അടുത്ത സമയം കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരു പ്രഖ്യാപനം നടന്നു. അതെന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ മലയാളത്തിലെ 9 സൂപ്പർ സ്റ്റാറുകൾ ഈ സിനിമയിൽ അഭിനയിക്കുകയാണ്. അതുപോലെ ഇതിനെ അടിസ്ഥാനമാക്കി 9 കഥകളാണ്. അതിൽ 9 നായകന്മാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മലയാളത്തിലൊരു പുതിയൊരു തുടക്കം, ഒരു ചരിത്രമെന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ ഇതേവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ഓഗസ്റ്റിൽ സിനിമ പുറത്തു വരും എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. ഇത് നമ്മുടെ കേരളത്തിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ശ്രീലങ്കയിലുമായാണ് പടം ചിത്രീകരിച്ചിരിക്കുന്നത്. ആലോചിക്കണം, 9 സൂപ്പർ സ്റ്റാറുകളാണ്. മലയാളത്തിൽ നിന്നും 9 സൂപ്പർ സ്റ്റാറുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒപ്പം പല സ്റ്റേറ്റിൽ നിന്നും ചിലരുണ്ട് എന്നാണ് അറിയുന്നത്. അതിൻ്റെ വ്യക്തമായുള്ള ഇത് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും മലയാളത്തിലെ 9 സൂപ്പർ സ്റ്റാറുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, നമ്മുടെ ബിജു മേനോൻ, പിന്നെ അതുപോലെ തന്നെ പാർവതി എന്ന് പറഞ്ഞാൽ പഴയ ഈ പുതിയ പാർവതിയുടെ മറ്റു പേര് ഞാൻ മറന്നുപോയി. അതുപോലെ നദിയ മൈദു, പണ്ടത്തെ ഹിറ്റ് താരങ്ങളാണ് അവരെല്ലാം. പിന്നെ ഇദ്ദേഹം ആസിഫ് അലി, അങ്ങനെ ഒരുപാട്, ഇന്ദ്രജിത്ത്, ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ 8 ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടവർ പ്രിയദർശനും പിന്നെ നമ്മുടെ സിബി മലയിലും. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എനിക്ക് വായിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകളുണ്ടെങ്കിൽ എനിക്ക് വായിച്ചിൽ അതിൽ നിന്ന് പല അറിവുകളും അതിൽ നിന്നും നേടാൻ പറ്റും. അതുകൊണ്ട് കമൻ്റ് എഴുതാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ മാക്സിമം ലൈക്ക് നിങ്ങൾ ചെയ്യണം. ലൈക്കും ആവശ്യമാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിസ്സാരമായി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ 2-3 കാര്യങ്ങളാണ്. മറക്കരുത് കേട്ടോ. ഇത് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു ഉപകാരമാണ്. അതെപ്പോഴും ഞാൻ നിങ്ങളിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പിക്കുവാനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ മലയാളത്തിൻ്റെ പഴയ ചരിത്രങ്ങളെ മാറ്റി എഴുതിയ ഒരു വ്യക്തിയാണ് MT സാറ്. അദ്ദേഹത്തിന് 91 വയസ്സ് കഴിഞ്ഞു. മമ്മൂക്ക പറഞ്ഞത് 91 വയസ്സ് ആയെന്നല്ല, അദ്ദേഹത്തിനൊരു വർഷം കൂടി കടന്നുപോയി. അപ്പോൾ പ്രായമായിട്ടില്ല. കാരണം മമ്മൂക്ക പറഞ്ഞത് അദ്ദേഹം 2 കഥകൾ വായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം വാങ്ങി കൊണ്ട് വീട്ടിൽ വെച്ചു. സമയം കിട്ടിയില്ല, വായിച്ചില്ല. അത് മമ്മൂക്ക തന്നെ പറയും. അത് നമുക്കതൊന്ന് കാണണം. അപ്പോൾ പുതുതലമുറയും പഴയ തലമുറയും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിവുള്ള, കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ MT സാർ. അദ്ദേഹത്തിൻ്റെ മനോരഥങ്ങൾ എന്ന പ്രോഗ്രാം നടന്നു. അതിൻ്റെ വീഡിയോ ലോഞ്ചും കഴിഞ്ഞായിരുന്നു, ട്രെയിലർ. അപ്പോൾ ഈ സിനിമ ശ്രീലങ്കയിലും അമേരിക്കയോ ലണ്ടനോ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളും, ഇന്ത്യയും കേരളം ഉൾപ്പെടെ ശ്രീലങ്ക, അമേരിക്ക, അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും വെച്ച് ചിത്രീകരിച്ചിട്ടുള്ള ഈ ഒരു മലയാളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇനിയൊരു സിനിമ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആർക്കും ചിന്തിക്കാം എന്ന തരത്തിൽ അദ്ദേഹം ഇതിനെ പല സംവിധായകന്മാരിൽ പ്രഗത്ഭരായ 8 സംവിധായകന്മാരെ വെച്ചാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട പേരുകൾ പ്രിയദർശനും സിബി മലയിലുമാണ്. അവരുടെ സിനിമകൾ നമുക്കറിയാമല്ലോ. പ്രിയദർശനൊക്കെ ആദ്യമായി MT സാറിൻ്റെ സിനിമ ചെയ്യാൻ കിട്ടുന്ന
ഒരു അവസരമാണ്. അതവർ ഏറ്റവും ഭംഗിയായി ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം, അതിൽ തർക്കമില്ല. അങ്ങനെ അവിടെ നടന്ന ഒരു ചടങ്ങിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് ഇതിലൊന്ന് കാണാം. അതിനുശേഷം അടുത്തതിന് പറയാം. ഒരുപക്ഷെ സുവർണ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. മനോരഥങ്ങൾ, ശ്രീ M.T. വാസുദേവൻ നായരുടെ ഏറ്റവും പുതിയ സൃഷ്ടി, അത് 9 സിനിമകളായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് അദ്ദേഹത്തിൻ്റെ 91ാം ജന്മദിനത്തിൽ നമ്മളിവിടെ. വളരെ വ്യക്തിപരമായിട്ട് M.T.യുടെ ഇടപെടലാണ്, ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, സമകാലീന സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട്. അപ്പോൾ മമ്മൂക്കാക്ക് ഈ സിനിമയിൽ 2 റോളുകളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെ അവർ ചുരുക്കി ഒന്നാക്കി അദ്ദേഹത്തെ കുറുക്കിയെടുത്തെന്നാണ് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ തന്നെ ഏറ്റവും പുതുമയാർന്ന ഒരു സിനിമയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം മലയാളത്തിൻ്റെ 9 സ്റ്റാറുകളാണ് മമ്മൂട്ടി, മോഹൻലാൽ, ബിജു മേനോൻ, ആസിഫ് അലി, ഫഹദ് ഫാസിൽ, പിന്നെ പാർവതി തിരുവത്ത്, പിന്നെ നദിയ മൊയ്തു, അങ്ങനെ ഒരുപാട് ആൾക്കാർ അണിനിരക്കുന്ന ഒരു വൻ സിനിമയാണ് വരാൻ പോകുന്നത്. ഓഗസ്റ്റിൽ ഈ സിനിമ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സിനിമ കാണേണ്ട ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം ഇദ്ദേഹം എഴുതിയ പല സിനിമകളും കവിതകളും ഇന്ന് മലയാളത്തിൽ അംഗീകരിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. കാരണം വടക്കൻ വീരകഥയും പിന്നെ പഴശ്ശിരാജയും അങ്ങനെ ഒരുപാട് സിനിമകൾ എഴുതി ചരിത്രങ്ങളെ തിരുത്തി കുറിച്ച ഒരു മനുഷ്യനാണ്. പണ്ട് നസീറിൻ്റെ കാലത്ത് ഒരു കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ അങ്ങനെ പറഞ്ഞൊരു പാട്ടുണ്ട്. അത് എത്ര അർത്ഥവത്തായ സിനിമയാണ്, ആ പാട്ടാണതിൽ. അപ്പോൾ അദ്ദേഹം ഭാരതപ്പുഴയുമായി ഒരു ബന്ധമില്ലാത്ത ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നേ വരെ. അപ്പോൾ ഈ സിനിമയിൽ എന്താണ് എങ്ങനെയാണെന്ന് അദ്ദേഹം പണ്ട് മുതൽ, അതായത് നസീർ സാറ് ഇദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ച കാലം മുതൽ അദ്ദേഹം പല കവിതകളും, അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതയിലും ഭാരതപ്പുഴയുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണണം. കാരണം ഭാരതപ്പുഴയില്ലാതെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഒരു കഥയാവട്ടെ ഒരു സിനിമയാവട്ടെ ഒന്നും ഭാരതപ്പുഴയുടെ തീരത്താണ് സർവ്വതും അദ്ദേഹത്തിൻ്റെ ആത്മകഥകൾ സർവ്വതും നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ കടുകണ്ണാവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണണമല്ലോ. അതിൻ്റെ മഹാത്മ്യം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മമ്മൂക്കായും പിന്നെ പലരും ഈ വീഡിയോ ട്രെയിലറിൽ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മുടെ മനസ്സിൻ്റെ മനോരഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കഥയായിരിക്കും ഈ സിനിമയായി വരുന്നത്. 9 കഥകളാണ്, ഓർക്കണം, 8 ഡയറക്ടർ. എങ്ങനെയാണ് ഈ സിനിമ വരുന്നതെന്ന് നമുക്ക് മലയാളത്തിൽ അത്തരത്തിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം 9 കഥകൾ വെച്ച് അല്ലെങ്കിൽ ലോക സിനിമയിലാവട്ടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 9 കഥകൾ, 8 ഡയറക്ടർ, 9 സൂപ്പർ ആർട്ടിസ്റ്റ് ടീമുകൾ, അതായത് സൂപ്പർ സ്റ്റാറുകളാണ് ഈ സിനിമയിൽ അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതല്ല, നമ്മളെ രസിപ്പിക്കുവാൻ വേണ്ടി, നമ്മളെ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് ഈ കഥയുടെ ഉള്ളറകളിൽ ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ അവരതിനെ പഠിച്ച് M.D. സാറിൻ്റെ കഥകൾക്ക് ജീവൻ നൽകുകയാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു വൻ മാറ്റം തന്നെയായിരിക്കും മലയാളത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം M.D. സാറിൻ്റെ കഥകളെല്ലാം അങ്ങനെയാണ്. നമ്മൾ പലതും കണ്ടും കേട്ടും നമുക്ക് അറിവുള്ള കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ട M.T. സാറിന്
ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകൾ, മഹാപ്രതിഭകൾ അഭിനയിച്ച ഈ സിനിമ ഓഗസ്റ്റിൽ വരുമ്പോൾ നിങ്ങളെപ്പോലെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിൻ്റെ മറ്റ് ചില ഭാഗങ്ങൾ ഞാൻ ഇതിലൂടെ ചേർക്കുകയാണ്. മറക്കരുത്, നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഇതാണ് എൻ്റെ അപേക്ഷ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളിത് എൻ്റെ എന്താ പറയുക, കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ്, കഥയാണ്. അതിന് 2 വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അതും ചുരുങ്ങി ഒന്നായി. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുക സിനിമയിൽ. കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല ഒരു നൊസ്റ്റാൾജി ഉണ്ടാക്കുന്നൊരു സിനിമയാണ്. നമ്മൾ സിനിമ പലരും എൻ്റെ വായിക്കാൻ തുടങ്ങിയ കാലത്തുണ്ടെങ്കിൽ അത് വീണ്ടും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. മനസ്സാലും ശാന്തനിനെയും ഒക്കെ അഭിനയിച്ചിരിക്കുന്നത് BM സാറാണ് സംവിധാനം ചെയ്തത്. അതിലുപരി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ. അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയൻ്റെ സിനിമയിലേക്കുള്ള വരവ് തന്നെ സാറിൻ്റെ നോവലുകളും ചെറുകഥകളും തിരക്കഥകളും വായിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സാറിൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും സാറിനോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു.